ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാറേ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളൊക്കെ ചെയ്തു, എന്നിട്ട് എനിക്ക് റിസൾട്ടും കിട്ടി. അവളുമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, പക്ഷേ ഒരു നിമിഷം വേണ്ടെന്ന് പറഞ്ഞ് പോയി. ബ്രേക്കപ്പിന് ശേഷം വീണ്ടും അവൾ തിരിച്ചു വന്നു, ടെക്നിക്കുകളൊക്കെ അപ്ലൈ ചെയ്തതിൽ റിസൾട്ടൊക്കെ ഉണ്ടായി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ തിരിച്ചു വന്നതിന് ശേഷം അവളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നുമില്ല, വീണ്ടും പ്രശ്നങ്ങൾ തന്നെയാണ്. എന്നെ നന്നായിട്ട് കെയർ ചെയ്യില്ല, എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെയൊന്നുമല്ല അവൾ എന്നോട് പെരുമാറുന്നത്. ഇപ്പം തിരിച്ചു വന്നപ്പോൾ കൂടുതൽ സമാധാനം ഇല്ലാണ്ടായി എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ കൃത്യമായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ആ റിലേഷൻഷിപ്പ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ, നമ്മളോട് നല്ല രീതിക്ക് പെരുമാറാൻ എന്താണ് ചെയ്യേണ്ടത്, അതെങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നത്. അവസാനം ഒരു ബോണസ് കൂടി നിങ്ങൾക്ക് നൽകുന്നുണ്ട് എൻ്റെ ഫോളോവേഴ്സിന്. സോ അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ട്. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സ്ക്രിപ്റ്റിംഗ് ആണ്. അത് രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് നിങ്ങളൊരു പേനയും പേപ്പറും എടുത്തിട്ട് അതിൽ കൃത്യമായിട്ട് എഴുതണം. എന്താണ് എഴുതേണ്ടത്? അവൾ എങ്ങനെയാണ് എന്നോട് കെയർ ചെയ്യേണ്ടത്, അവൾ എങ്ങനെയാണ് എന്നോട് സംസാരിക്കേണ്ടത്, അവൾ എങ്ങനെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത്, ആ ഓരോ കാര്യങ്ങളും സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യുക, ആളെനിക്ക് ചെയ്തു തരുന്നു എന്നുള്ള ഫോർമാറ്റിൽ എഴുതുക. അവൾ എനിക്ക് ഇന്നത് ചെയ്തു തരുന്നു, അവൾ എന്നെ ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു, ആ രീതി എന്താണ്, എങ്ങനെയാണ് പിന്തുണ നൽകേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. കുറച്ച് പോയിന്റുകളായിട്ടോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫായിട്ടോ ഒക്കെ നിങ്ങൾ എഴുതുക. അങ്ങനെ ഒരു പേജ് മുഴുവനായിട്ടും ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ആൻസർ എഴുതുക. എന്നോട് സൗമ്യമായി സംസാരിക്കുന്നു, എന്നോട് വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ കൃത്യമായിട്ട് അത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം അത് കൃത്യമായിട്ട് എഴുതിയാൽ മതി ഒറ്റ തവണ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇതൊരു തവണ വായിക്കുക. വായിച്ചതിന് ശേഷം കണ്ണുകൾ അടച്ചിട്ട് ഒരു വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യണം. ആ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യേണ്ടതിന് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് വൺ, നിങ്ങൾ ഒന്ന് ബ്രീത്തിങ് ചെയ്യുക, എന്നിട്ട് മൈൻഡിനെ ഒന്ന് കാമാക്കുക. ഒരു 10-20 ബ്രീത്തിങ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ സിറ്റുവേഷൻസ് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ കാണാം, നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്. ഓൾറെഡി നമ്മൾ ഒരു തവണ വായിച്ചല്ലോ ആ പേപ്പറിലുള്ളത്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലൂടെ ഇങ്ങനെ കടത്തിവിടുക, വിഷ്വലായിട്ട് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ നന്നായിട്ട് ദൃശ്യവൽക്കരിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലിങ്ങനെ വിഷ്വലായിട്ട് ഓരോ സിറ്റുവേഷൻസ് ഇങ്ങനെ മാക്സിമം കാണുക. അത് അപ്പോൾ ഈ നിമിഷം നടക്കുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാണേണ്ടത്. അത് മാക്സിമം നമ്മുടെ 5 സെൻസസ് വെച്ചിട്ട് നമ്മൾ ഫീൽ ചെയ്യുക കൂടി ചെയ്യണം. അപ്പം നമുക്ക് ഓൾറെഡി ആ പേപ്പറിൽ എഴുതി വെച്ച കാര്യങ്ങൾ വായിച്ചുകൊണ്ട് തന്നെ അത് ഓർമ്മയിൽ ഉണ്ടാവും. അപ്പം ആ കാര്യങ്ങൾ തന്നെ നിങ്ങൾ വിഷ്വലൈസേഷനിൽ ഉപയോഗിച്ചാൽ മതി. അത് മാക്സിമം ഫീൽ ചെയ്യണം കേട്ടോ. അങ്ങനെ അത് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പതിയെ കണ്ണുകൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് തുടർച്ചയായിട്ട് ഒരു 21 ദിവസം ചെയ്യണം. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഈ പേപ്പർ എടുത്ത് വെക്കുക, ആ പേപ്പർ എടുക്കുക, അതിലുള്ള കാര്യങ്ങൾ വായിക്കുക, കണ്ണടക്കുക, ബ്രീത്തിങ് ചെയ്യുക, വിഷ്വലൈസേഷൻ ചെയ്യുക, കണ്ണ് ഓപ്പൺ ചെയ്യുക, പിന്നെ നെക്സ്റ്റ് ഡേയും അതുപോലെ ചെയ്യുക. അങ്ങനെ ഒരു 21 ദിവസം രാത്രിയിൽ തുടർച്ചയായിട്ട് ഇത് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ആ വ്യക്തിയുടെ പെരുമാറ്റ രീതി മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർഫുൾ അഫർമേഷൻ കൂടി ഞാൻ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് തരാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോളോവേഴ്സിനാണ്. ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുകളിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലോട്ട് പെരുമാറ്റ രീതി മാറാനുള്ള അഫർമേഷൻ എന്ന് കൃത്യമായിട്ട് ടെക്സ്റ്റ് ചെയ്യുക. ഒന്നുകൂടി പറയാം, എന്നോടുള്ള പെരുമാറ്റ രീതി മാറാനുള്ള അഫർമേഷൻസ് എന്ന് തന്നെ ടൈപ്പ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് അയച്ചു തരാം. പിന്നെ ഈ വീഡിയോ കാണുന്നത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നിങ്ങൾക്ക് 2 പേർക്കും ഉള്ള അഫർമേഷൻസ് സെപ്പറേറ്റ് ആണ്. അപ്പം അത് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്ത്രീയാണോ പുരുഷനാണോ നിങ്ങളുടെ പേര് കൂടി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ അഫർമേഷൻസ് അയച്ചു തരാനായിട്ട് പറ്റും. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അവൾ എന്നുള്ളതാണ്. ഇനി അവൻ്റെ കേസാണെങ്കിലും, ഇപ്പോൾ അവനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തതിന് ശേഷം അവൻ്റെ സ്വഭാവം മാറുന്നില്ല, അവനും
പഴയ പോലെ തന്നെയാണ്, എന്നോട് മോശമായിട്ടാണ് പെരുമാറുന്നത്, അത്തരം ഒരു സാഹചര്യമാണെങ്കിലും നിങ്ങൾക്ക് ഈ സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് കൂട്ടരും മെസ്സേജ് ഇട്ടോ, നിങ്ങൾക്ക് സെപ്പറേറ്റ് അഫർമേഷൻസ് അയച്ചു തരാം. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ എന്തെങ്കിലും റിലേഷൻഷിപ്പിലൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. എന്നിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.